സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇപ്പോൾ ശരിയാക്കി തരാം പ്രസൻറ്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അസ്തുവൃദ്ധം ശുഭം സദാ, ഈ കോളേജിൻ്റെ മുദ്രാവാക്യമാണത്. നമ്മൾ നിൽക്കുന്നത് അതേ കോളേജിൽ തന്നെയാണ്, തൃശ്ശൂരുള്ള ശ്രീ കേരളവർമ്മ കോളേജ്. നമ്മളിവിടെ വിട്ട് പോകുന്നില്ല, കാരണം അത്രമാത്രം കഴിവുള്ള കുട്ടികളാണ് നമ്മൾ. അവരിതേ റെഡിയായിരിക്കുകയാണ്. നമുക്ക് ഈ എപ്പിസോഡ് അങ്ങോട്ട് തുടങ്ങാം. ഓക്കെ. നീ എന്തൊക്കെയാണ് ചെയ്യാൻ പോണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. താണ്ടെ ഇത് നമ്മളെ ലാസ്റ്റിലത്തെ അഭിമുഖ സംഭാഷണം ഏട്ടാ. ഇതിൽ ത്വാർത്തുമുണ്ട് പൊത്തി ഞാൻ അങ്ങോട്ട് ഉറപ്പിക്കണം നമ്മളെ കച്ചവടം. അതല്ല കൊസറാക്കുള്ളി അടിച്ച് നീ നേരത്തെ പറഞ്ഞ മാറ്റാൻ ചെല്ലിട്ടായിട്ട് ഇറങ്ങുന്നുണ്ടല്ലോ. ഈ ത്വാർത്തുമുണ്ടിന് പറയാൻ ഞാൻ ക്വാടി കൊണ്ട് കൊണ്ടുവരും നിന്റെ ഒടുക്കലത്തെ കച്ചവടം ഉറപ്പിക്കാൻ. മച്ചു മട വേണ്ട ഏട്ടാ, തടി കേടാവും. അത് തന്നെയാ എനിക്കും പറയാനുള്ളത്, കേടാകും. അത്ത വർഗിച്ച യവം പുലിയാണ് ഏട്ടാ. നമ്മൾ ഒരു വരവൂടെ വരേണ്ടി വരും. എനർജി കൊണ്ട് പോരെന്ന് തോന്നുന്നില്ലേ? കൊള്ളാം, മതി, ഇത്രയൊക്കെ മതി. അപ്പം വേണ്ട, നമ്മുടെ കുട്ടികളൊക്കെ നല്ല ഉഷാറോടുകൂടി തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ആമുഖങ്ങളില്ലാതെ തന്നെ നമുക്ക് വിളിക്കാം ഗൗരി നന്ദ. വീണ്ടും ഗൗരി നന്ദ, ബ്യൂട്ടിഫുൾ ശരിയാണ്. താങ്ക് യു. ഏതിനാണ് പഠിക്കുന്നത്? ഞാനിവിടെ BA ഇംഗ്ലീഷ് സെക്കൻഡ് ഇയർ. ഉറപ്പിക്കല്ലേ? അതിൻ്റെ ഇടയ്ക്ക് ഒരു ആലോചന പോലെ ഫീൽ ചെയ്തു. അതുകൊണ്ട് നാട് എവിടെയാണ്? നാട് മലപ്പുറം, നിലമ്പൂർ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? റെഡി, 1. എന്തിനാ ഇതൊക്കെ? ആക്ഷൻ. നീ എന്തൊക്കെയാണ് ചെയ്യാൻ പോണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്റെ ഇങ്ങോട്ടുള്ള വരവ്. നമ്മുടെ അവസാനത്തെ അഭിമുഖീകരിക്കുന്ന സംഭാഷണമായിരിക്കും. എന്ത് ഡയലോഗ് പറയുന്നത്? അതിനകത്തില്ല ഈ ഡയലോഗ്. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇത് നമ്മളെ ലാസ്റ്റത്തെ കൂടിക്കാഴ്ചയായിരിക്കും. അടാ ഭയങ്കര ഒന്ന് പറഞ്ഞു കൊടുത്ത മോളെ. എവിടെയാ കണ്ടിരിക്കുന്നില്ല ഞാൻ? എവിടെ? മേലുള്ള ആളെ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കരുത്. എപ്പോഴാ ചതിക്കെന്നറിയില്ല. മഹാതിരിമാലിയാ. പ്ലേറ്റ് വെച്ച് നമ്മൾ കണ്ടായിരുന്നില്ലേ? ഇത് നമ്മുടെ അവസാനത്തെ അഭിമുഖ സംഭാഷണമായിരിക്കും. എവിടെ വെച്ച് നമ്മൾ കണ്ടത്? നമ്മളവിടെ. ഓക്കെ. എന്താ കേശവ? ഇത് നമ്മുടെ ലാസ്റ്റത്തെ അഭിമുഖീകരിക്കുന്ന സംഭാഷണമാണ്. എങ്ങോട്ട് നീങ്ങിയാണ്? തുടക്കം കിട്ടണില്ല. തുടക്കം കഴിഞ്ഞ് കാശ് മാത്രമാണോടാ, ഒന്നിനും ബുദ്ധി മനസ്സിലാത്ത പാവല്ലേ ഇത്? എന്തെങ്കിലും സംഭവിച്ചാലാ? ഇത് തോർത്തുകൊണ്ട് വെത്തി കച്ചവടം ഉറപ്പിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇനി എങ്ങാനും കൊസറാകൊള്ളി കാണിച്ച് കോട്ടും സൂട്ടും ഇട്ട് നീ പറഞ്ഞ പോലെ ചെയ്യാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ തോർത്തിന് പകരം ക്വാടി കൊണ്ട് പതപ്പിച്ച് നിന്നെ അല്ല കച്ചവടം നമ്മൾ ഉറപ്പിക്കും. മുട കാണിക്കല്ല മച്ചു, തല പോവും. അല്ലേ? തല പോകുന്നു. മുട കാണിക്കല്ല മച്ചു, തടി കേടാവും. അതാണ് ഇവൻ പുലിയാണ് കേട്ടാ. നമ്മളൊരു വരവ് കൂടി വരേണ്ടി വരും. എന്നാ പോയിക്കോ. അടിപൊളി. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ. വാ, അതാടാ. അല്ല, അവൻ തന്നെ പറഞ്ഞു ഞാൻ വരുമെന്ന് പറഞ്ഞു. അല്ല, ഇവൻ്റെ ഈ ഇതേണൊക്കെ ഒരു കോസ്റ്റ്യൂമാണ്, മുണ്ടും ഉടുപ്പൊക്കെയാണ് പുള്ളി ഇടുന്നത്. അപ്പം നിനക്ക് കുറച്ചും കൂടെ നല്ല ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റും. പേരെന്താണ് മോനെ? ദീപക്. എവിടെ? നാടെവിടെ? അപ്പം ദീപക് തുടങ്ങാം. ആക്ഷൻ. നീ എന്തൊക്കെയാണ് ചെയ്യാൻ? കുഴപ്പമില്ല, ടെൻഷൻ അടിക്കാൻ. നീ ക്യാമറ നോക്കി പറഞ്ഞു. നീ എന്തൊക്കെയാണ് ചെയ്യാൻ പോണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. ഇത് നമ്മുടെ ലാസ്റ്റത്തെ അഭിമുഖ സംഭാഷണമാണ്. ഇതിൽ ഞാൻ മുണ്ടുമുടക്കി ഞാനങ്ങ് ഉറപ്പിക്കുകയാണ് നമ്മൾ കച്ചവടം. അതെല്ലാ കൊസറാക്കൊള്ളിയും കാണിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങോട്ട് വരാനാണ് ഉദ്ദേശമെങ്കിൽ
ഇതിന് വരെ കൊണ്ടുവന്ന് കോടിമുണ്ടായിരിക്കും ഇതിന്റെ കൊണ്ടുവരുന്ന കോടിമുണ്ടോ? എവിടെ ഏതാണ് മേടിക്കുന്നേ? ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. കോടിമുണ്ടായിരിക്കും ഇതിന്റെ ഒടുക്കത്തെ കച്ചവടം ഉറപ്പിക്കാൻ. മറ്റു മുട വേണ്ട, തടി കേടാവും. ഇവൻ പുലിയാണ് കേട്ടാ. അത്ര സാധനം ഒന്നെങ്കിലും നല്ല സ്റ്റൈലായിട്ടെന്ന് പറഞ്ഞു. ലാസ്റ്റ് സാധനം മറ്റു ഒരു വരവ് കൂടി വരേണ്ടി വരും. ഒരു വരവ് കൂടി വരേണ്ടി വരും. ശരി, നീ അവിടെ പോയി നിന്ന് ഒരു കൈയ്യടി കൊടുത്തേ. ഇത് കറക്റ്റായിട്ട് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരാളെ വിളിച്ച് കാണിക്കുക. അദ്ദേഹം അഭിനയിച്ച് കാണിച്ചു തരുമോ എൻ്റെ സാധനം. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ പഠിക്കാൻ പറ്റും. വാ മോളെ, ഇങ്ങ് വാ. അവൾ കറക്റ്റായിട്ട് ആ ഡയലോഗ് എല്ലാവരും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ആ കോൺഫിഡൻസ് കാണുമ്പോൾ അവൾ ഗംഭീരമായിട്ട് ചെയ്യുന്നത് എൻ്റെ ഒരു വിശ്വാസമാണ്. അത് പറയും, ഇത് വരും, ഓക്കെയാണ്. പേരെന്താ നമ്മളുടെ? ദേവിക. ദേവിക. എവിടെയാണ് നാട്? തൃശ്ശൂർ. ഇവിടെ ഏതിനാ മക്കൾ പഠിക്കുന്നത്? ഞാൻ ഫിലോസഫി തേർഡ് ഇയറാ. റെഡി, ആക്ഷൻ. എന്ത് പറ്റി? ഫ്രീസായി പോയോ? ഒന്നുമില്ല, കുട്ടിക്ക് ഒന്നുമില്ല. ആടിക്കോളൂ, നേരം വെളുക്കണ വരെ ആടിക്കോളൂ. ഒരു വട്ടം കൂടെ ആക്ഷൻ പറയണമെന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ ഓഡിയൻസ്. റെഡി, ആക്ഷൻ. നീ എന്തൊക്കെയാണ് ചെയ്യാൻ പോണെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെയാണ് വന്നത്. നീ എന്തൊക്കെയാണ് ചെയ്യാൻ വന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ദാണ്ട, ഇത് നമ്മുടെ ലാസ്റ്റ് അഭിമുഖ സംഭാഷണമാണ് കേട്ടാ. ഇത് തൃശ്ശൂർ കയറി വരുന്നല്ലേ, ട്രിവാൻഡ്രമാണ് വേണ്ടത്. എനിക്ക് തൃശ്ശൂരിന്റെ പറ്റില്ല. അത് വരും. എനിക്ക് ഓക്കെ അല്ല, നീ ഇതൊന്നും കൂടെ എടുത്തേ. ദാണ്ട, ഇത് നമ്മുടെ ലാസ്റ്റ് അഭിമുഖ സംഭാഷണമാണ് കേട്ടാ. ദാണ്ട, ഇത് തോർത്തുകൊണ്ട് പൊത്തി ഞാൻ അങ്ങ് ഉറപ്പിക്കാൻ പോവാ നമ്മൾ തമ്മിൽ കച്ചവടം. ഇനി അതല്ല, കൊസരാക്കൊള്ളി കാണിച്ച് ഇങ്ങനെയാണോ ഞാൻ കാണിച്ചത്? ഇത് പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ്. കൊസരാക്കൊള്ളി കാണിച്ച് കോട്ട് സ്യൂട്ടൊക്കെ ഇട്ട് ഇങ്ങോട്ട് വരാനാണെങ്കിലേ തോർത്തുണ്ട് ഒരു കോടിമുണ്ടെങ്കിൽ ഞാൻ കൊണ്ടു തരൂ നമ്മുടെ അവസ്ഥത്ത് കച്ചവടം അടുപ്പിക്കാൻ. എന്നാ ഒരു കാര്യം, ഇത്രയും സാധനം തൃശ്ശൂരിൽ തന്നെ പോട്ടെ. പക്ക തൃശ്ശൂർ ഡയലോഗിൽ തന്നെ പോട്ടെ. റെഡി, 1 2 3 സ്റ്റാർട്ട്. നീ എന്തൊക്കെയാണ് പറയാൻ പോണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇതാണ്ട, ഇത് നമ്മുടെ അവസ്ഥ ലാസ്റ്റ് അഭിമുഖ സംഭാഷണമാണ് കേട്ടാ. അതല്ല, ഒരു തോർത്ത് പൊത്തി തോർത്തുകൊണ്ട് പൊത്തി നമ്മുടെ അവസ്ഥാനത്തെ കച്ചവടത്തിനാണിത്. ഇനി അതല്ല, കൊസരാക്കൊള്ളി കാണിച്ച് നേരത്തെ പറഞ്ഞ പോലെ കോട്ട് സ്യൂട്ട് ഇട്ട് ഇറങ്ങിയ തോർത്തുകൊണ്ട് പകരം ഒരു കോടിമുണ്ടാണ് ഞങ്ങൾ തരും. മുട വേണ്ട കേട്ടോ, തടി കേട്ടാക്കോ. അതാണ് പുലിയാണ് കേട്ടാ. ഒരു വര കൂടി വരേണ്ടി വരും. ഓടി രക്ഷപ്പെട്ടോ. സ്വന്തമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തിട്ട് ഓടിക്കളയുവാണ്. അപ്പോൾ നമുക്ക് ഇനി മറ്റൊരാളെ വിളിക്കാം. നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ അദ്ദേഹം ഞാൻ പുറത്തുനിന്ന് വിളിച്ചപ്പോഴത്തേക്ക് വളരെ മനോഹരമായി അദ്ദേഹം പെർഫോം ചെയ്തിരുന്നു. അദ്ദേഹം വളരെ കോൺഫിഡൻസോടു കൂടി അദ്ദേഹം ഇവിടെ നിൽക്കുകയാണ്. ഞാൻ വിളിക്കുകയാണ് അദ്ദേഹത്തെ. മോളെ വാ. എന്തായിരുന്നു പേര്? ഞാൻ അൽഫ നഹർ. അൽഫ. ഓക്കെ. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഹാപ്പി അല്ലേ? ഭക്ഷണം കഴിച്ചായിരുന്നല്ലേ? ഏതിനായിരുന്നു പഠിക്കുന്നത് പറഞ്ഞു? കെമിസ്ട്രി. നാട്? മലപ്പുറം. ഓക്കെ. അപ്പം അൽഫ അങ്ങോട്ട് പൊളിക്കാൻ പോവാണ് കേട്ടാ. റെഡി, 1 2 3 സ്റ്റാർട്ട്. നീ എന്തൊക്കെയാണ് ചെയ്യാൻ പോണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇതാണ്ട്, ഇത് നമ്മുടെ ലാസ്റ്റ് അഭിമുഖ സംഭാഷണമായിരിക്കും കേട്ടാ. ഇത് ഞാൻ തോർത്തുണ്ടി പൊത്തി അത് വേണ്ട, പൊത്തിയാ മതി. എന്താ പിള്ളേച്ച ഇത് കേസാക്കാനും വകുപ്പില്ലല്ലോ. തോർത്തുമുണ്ട് പൊത്തി അങ്ങോട്ട് ഉറപ്പിക്കാൻ പോവാണ്. അതല്ല, കൊസറാക്കൊള്ളി കാണിച്ച് കോട്ടു സ്യൂട്ട് ഇട്ട് ഇറങ്ങാനാണ് ഭാവമെങ്കിലും ഈ ത്വാർത്തുമുണ്ടിന് പകരം കോടിമുണ്ട് കൊണ്ട് ഞാൻ നിന്നെ പുതപ്പിക്കും. മച്ചു മുട വേണ്ട കേട്ടാ, തടി കേടാവും. അതാണ് അവൻ പുലിയാണ് കേട്ടാ. നമ്മൾ ഒരു വരവ് കൂടി വരവേണ്ടി വരും. അതുകൂടെ പറഞ്ഞിട്ടോ. ഇപ്പം ഒരു കോൺഫിഡൻസ് ആയില്ലേ? നന്നായിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു. ഒന്നുകൂടെ പ്രതിഭയാണ്, പ്രതിഭാസമാണ്. റെഡി, ആക്ഷൻ. നീ എന്തൊക്കെയാണ് ചെയ്യാൻ പോണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ദാണ്ട, ഇത് നമ്മുടെ അവസാനത്തെ അഭിമുഖ സംഭാഷണമായിരിക്കും കേട്ടാ. ഇത് ഞാൻ തോർത്തുമുണ്ട് പൊത്തി അങ്ങോട്ട് ഉറപ്പിക്കാൻ പോവാണ്. അതല്ല, കൊസറാക്കൊള്ളി കാണിച്ച് കോട്ടും സ്യൂട്ടും ഇട്ട് ഇറങ്ങാനാണ് ഭാവം എന്നുണ്ടെങ്കിൽ
ഈ തോർത്തുമുണ്ടിന് പകരം ഞാൻ കോടിമുണ്ട് കൊണ്ടുവരും. അത് വെച്ച് നിന്നെ ഞാൻ പുതപ്പിക്കും. മച്ചു മൊട വേണ്ട കേട്ടാ, തടി കേടാവും. അതാണ് വർക്കിച്ച യവ പുലിയാണ് കേട്ടാ. നമ്മൾ ഒരു വരവ് കൂടി വരേണ്ടി വരും. അടിപൊളി, സൂപ്പർ സൂപ്പർ, നൈസ്, എക്സലന്റ്. ഒന്ന് വന്നേ മോളെ, ഒരു 2 വാക്ക് പറഞ്ഞിട്ടോ. എന്താണ്? എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. എന്താണ് പേര്? റിൻസ. റിൻസ. എവിടെയാണ് റിൻസയുടെ നാട്? ഇരിഞ്ഞാലക്കുട. ഇരിങ്ങാലക്കുട, നമ്മുടെ ഇന്നസെന്റ് ഏട്ടൻ്റെ ഒക്കെ നാട്ടിലല്ലേ? ഇന്നസെന്റ് ഏട്ടൻ്റെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. പരിപാടിക്ക് കണ്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഇവിടെ ഏതിനാ പഠിക്കുന്നത്? ഇവിടെ BA ഫിലോസഫി 3rd ഇയർ. അപ്പൊ നമുക്ക് തുടങ്ങിയല്ലോ. റെഡി, ആക്ഷൻ. നീ എന്തൊക്കെ ചെയ്യാൻ പോണെന്ന് അറിഞ്ഞോണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കേട്ടാ. അടിപൊളി. ഇത് മമ്മൂക്ക കേട്ടാ തന്നെ പുള്ളി. മച്ചു ചെല്ലക്കിളിയാത്. ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ അഭിമുഖ സംഭാഷണം കേട്ടാ. ഇതില് ഞാൻ അങ്ങടെ കച്ചവടം ഉറപ്പിക്കാണ്. വല്ല കൊസറാങ്കൊള്ളാണ് കാണിക്കാനാണ് ഭാവമെങ്കിൽ, കോട്ട് സൂട്ടൊക്കെ ഇട്ടിട്ട് വരാനാണ് ഭാവമെങ്കിൽ ഞാൻ കോടിമുണ്ട് കൊണ്ടുവരും കേട്ടാ. അതിലങ്ങോട്ട് ഞാൻ നിന്നെ പുതപ്പിക്കും. മച്ചു മൊട്ട കാണിക്കല് കേട്ടാ, തടി കേടാവും. വർക്കിച്ച ഇവനാള് പുലിയാണ് കേട്ടാ. നമ്മളൊരു വരവും കൂടി വരേണ്ടി വരും. ഇത്ര സാധനം ഒന്നുകൂടെ ഒരെണ്ണം കൂടെ പോട്ടെ. നമ്മൾ ഒരു വരവൂടെ വരേണ്ടി വരും. റെഡി, ആക്ഷൻ. നീ എന്തൊക്കെ ചെയ്യാൻ പോണെന്ന് അറിഞ്ഞോണ്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇത് നമ്മുടെ ലാസ്റ്റത്തെ അഭിമുഖ സംഭാഷണമാണ് കേട്ടാ. ഇതില് ഞാൻ അങ്ങോട്ട് ഒരു തോത്തുമുണ്ട് പൊത്തിയങ്ങട് ഉറപ്പിക്കാണ്. കൊസറാകൊള്ളി കാണിക്കാനാണ് ഭാവമെങ്കിൽ മോനെ ഞാനൊരു വരവും കൂടി വരും. അതില് കോടിമുണ്ടും കൊണ്ട് വരും. അതില് ഞാൻ നിന്നങ്ങട്ട് കിടത്തും. മൊത്തത്തിലൊക്കെ മാറ്റല്ലേ? കേട്ടില്ലേ? കോട്ടയത്തൊരു മൂത്ത പുള്ളേച്ചൻ 90 പാട്ട് പറഞ്ഞോടാ പട്ടി. പറഞ്ഞിട്ട് കേൾക്കണില്ല, പാടി കേൾപ്പിക്കാന്ന് വിചാരിച്ചതാ. ഒരു തോത്തുമുണ്ടിന്റെ പകരം ഞാൻ ഒരു കോടിമുണ്ട് കൊണ്ടുവരും കച്ചവടം ഉറപ്പിക്കാനായിട്ട്. മച്ചു മൊട്ട വേണ്ട കേട്ടാ, തടി കേടാവും. അതാണ് വർക്കിച്ച യവൻ പുലിയാണ് കേട്ടാ. ഒരു വരവും കൂടി വരേണ്ടി വരും. സൂപ്പർ സൂപ്പർ, അടിപൊളി. എന്താ സാധനം ചീങ്കണ്ണിയാ. ഇവ IAS എടുത്തിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ കളക്ടർ ആവൂട്ടാ. റെഡി. അപ്പോൾ ഇനി നമുക്ക് ഗോവർദ്ധനാണ് അടുത്ത വേദിയിലേക്ക് വരുന്നത്. ഗോവർദ്ധന വരൂ. എന്തൊക്കെയുണ്ട് ഗോവർദ്ധന വിശേഷങ്ങൾ? എങ്ങനെയുണ്ട് അവരൊക്കെ ചെയ്തതൊക്കെ? സൂപ്പർ അല്ലേ? സൂപ്പർ. അപ്പോൾ നമുക്ക് അതുക്ക് മേലെ ചെയ്യണം. ഓക്കെ അല്ലേ? ഇവിടെ ഏതിനാണ് പഠിക്കുന്നത്? BA ഫിലോസഫി. നാട് എവിടെ? തൃശ്ശൂരന്നെ. തൃശ്ശൂരിന്. ഓക്കെ, റെഡി. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആക്ഷൻ. നീ എന്തൊക്കെ ചെയ്യാൻ പോണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കേട്ടാ. ഇത് നമ്മുടെ ലാസ്റ്റത്തെ അഭിമുഖ സംഭാഷണമായിരിക്കും. ഇതിൽ ഞാൻ തോർത്തുമുണ്ട് പൊത്തി ഞാൻ ഇത് അങ്ങ് ഉറപ്പിക്കാൻ പോവുകയാണ്. അതല്ല വല്ല കൊസ്രാകൊള്ളി കച്ചവട കൊസ്രാകൊള്ളി കാണിച്ച് കോട്ടൺ സൂട്ടൊക്കെ ഇട്ട് വരാനാണ് നിന്റെ ഭാവമെങ്കിൽ ഈ താർത്തുമുണ്ട് മാറ്റി ഞാൻ നല്ല ഒരു കാടിമുണ്ട് കൊണ്ടുവരും. ആ കാടിമുണ്ടിൽ നിന്നെ ഞാൻ അങ്ങ് പുതപ്പിച്ച് കെടുത്തു. ഈ കച്ചവടം ഞാൻ അങ്ങ് ഉറപ്പിക്കും കേട്ടാ. വർക്കിച്ച എന്തേനു യവൻ പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞ വെറും പുലിയല്ല, ഒരു സിംഹം. മച്ചു മൊട വേണ്ട കേട്ടാ, തടി കേടാവും. അടി സഖേ. എന്തൊരു ബുദ്ധിമാനാണ് നീ. നീയാണ് എന്റെ യഥാർത്ഥ എംബ്ലം. വർക്കിച്ച ലവൻ പുലിയാണ് കേട്ടാ. നമ്മൾ ഒരു വരവ് കൂടി വരേണ്ടി വരും. അത് മാത്രമല്ല ഒരു പറച്ചിലൂടെ നീ പറയേണ്ടി വരും. അന്ന് പറഞ്ഞില്ല, ഒരെണ്ണോട്ട് നീ പറയേണ്ടി വരും. പറ. ഭയങ്കരമായ ആള്. നീ എന്തിനൊക്കെ ചെയ്യാൻ പോണെന്ന് അറിഞ്ഞോണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കേട്ടാ. ഇത് നമ്മുടെ ലാസ്റ്റത്തെ അഭിമുഖ സംഭാഷണമായിരിക്കും. ഇതിൽ ഞാൻ അങ്ങ് താർത്തുമുണ്ട് വെച്ച് അങ്ങ് ഉറപ്പിക്കാൻ പോവുകയാണ് കച്ചവടം. ദാണ്ടേ അതല്ല വല്ല കൊസ്രാകൊള്ളി കാണിച്ച് നീ വല്ല കോട്ട് സൂട്ടിട്ട് വരാനാണ് ഭാവമെങ്കിൽ ഞാൻ നല്ല ഈ താർത്തുണ്ടിന് പകരം നല്ല കാടിമുണ്ട് കൊണ്ടുവന്ന് നിന്നെ പുതപ്പിച്ച് ഈ കച്ചവടം ഞാൻ അങ്ങ് ഉറപ്പിക്കും. മച്ചു മുട വേണ്ട, തടി കേടാവേ. അടി സഖേ. വർക്കിച്ച ലവൻ പുലിയാണ് കേട്ടാ. അവനാണ് ലവൻ പുലിയാണ് കേട്ടാ. നമ്മളൊരു വരവ് കൂടി വരേണ്ടി വരും. അടിപൊളിയാടാ, സൂപ്പർ. അടിപൊളി അടിപൊളി. അതാണ് കണ്ട എന്റെ മുന്തിരി കള്ളേ, നീ ആരാ എന്റെ മരുമകൻ? യെസ്. അപ്പം നമ്മുടെ ഗോവർദ്ധനന്റെ മനോഹരമായ പെർഫോമൻസിന് ശേഷം നമുക്ക് വിളിക്കാം വിശാഖ് പി. വരൂ. വിശാഖേ, അടിപൊളിയല്ലായിരുന്നു എല്ലാം? സൂപ്പർ സൂപ്പർ. ഈ സിനിമ കണ്ടാണോ? നല്ല സിനിമയല്ലേ? നല്ല. ഇത് എവിടുത്തെ ഡയലോഗാണെന്നറിയോ? ഏത് ഭാഷയാണെന്നറിയോ? മലയാളം തന്നെ. അത് എവിടുത്തെ സ്ലാങ്?
ട്രിവാൻഡ്രത്തെ സ്ലാങ് ആണ്. ഓക്കെ അല്ലേ? എന്താ ട്രിവാൻഡ്രത്തിന് പുച്ഛം പോലെ പറഞ്ഞു? ഏതിനാ പഠിക്കുന്നത്? പുച്ഛന്നല്ല, ഇയാൾ എന്തോ ഈ പറയുന്നത്? അണ്ണാവെ പറ്റി പറഞ്ഞ അണ്ണനാ ആരണ്ണൻ അണ്ണാ കിട്ടിയാൻ കുത്തും. നമുക്ക് തുടങ്ങാം. കൂളല്ലേ? റെഡി, ആക്ഷൻ. നീ എന്തൊക്കെ ചെയ്യാൻ പോണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ വന്നത്. ദാണ്ടെ ഇത് നമ്മുടെ അവസാനത്തെ അഭിമുഖ സംഭാഷണം. ഇത് തോർത്ത് കൊണ്ട് പൊത്തിയാൻ ഈ കച്ചവടം ഞാൻ ഉറപ്പിക്കുകയാണ്. ഇത് കൊസറ കൊള്ളി കാണിച്ച് കോട്ടും സൂട്ടും ഇട്ട് ഇറങ്ങാനാണ് ഭാവമെങ്കിൽ തോർത്ത് മുണ്ടിന് പകരം കോടി മുണ്ട് പുതപ്പിച്ച് മച്ചു മുട വേണ്ട, തടി കേടാവും. അർക്കിച്ചാ അവൻ ആള് പുലിയാണ് കേട്ടോ. ഒരു വര കൂടി വരേണ്ടി വരും. യെസ്. അപ്പം നമുക്കൊരു സ്പെഷ്യൽ പെർഫോമൻസ് ഉണ്ട്. നമ്മുടെ 2-3 ബോയ്സ് ഇവിടെ നാടൻ പാട്ട് പ്രൊഫഷണലായിട്ട് പാടുന്നവരാണ്. നമുക്ക് അവരെ ഒന്ന് വിളിക്കാം. വരൂ. മോൻ്റെ പേരെന്താണ്? ബ്രിജേഷ്. ബ്രിജേഷ് ഏതിനാ പഠിക്കുന്നത്? ഞാൻ തേർഡ് ഇയർ ഫിലോസഫി. അടുത്താരാണ്? 2 പേരുള്ളോ? അനുഷ്. വാടാ, പേര് പറ. അനുഷ്. അനുഷ് ഏതിനാ പഠിക്കുന്നത്? ഞാൻ ഇവിടെ ഹിന്ദി തേർഡ് ഇയർ. ഓക്കെ. അപ്പോൾ മൈക്ക് ഒരാൾ പിടിച്ചോ. പഞ്ചവർണ്ണ കിളിച്ചേലുള്ള പുന്നാര ചെമ്പകപ്പൂമലരേ, പഞ്ചവർണ്ണ കിളിച്ചേലുള്ള പുന്നാര ചെമ്പകപ്പൂമലരേ, പഞ്ചവർണ്ണ കിളിച്ചേലുള്ള പുന്നാര ചെമ്പകപ്പൂമലരേ, പഞ്ചവർണ്ണ കിളിച്ചേലുള്ള പുന്നാര ചെമ്പകപ്പൂമലരേ, കണ്ണൊന്നടച്ചാലോ കാണും കണ്ണിനഴകുള്ളോളേ, പൊന്നും പൂവേ നിന്നെ കാണാ എന്തോരഴകാണെന്നേ, ചെമ്പകപ്പൂമലരേ, പഞ്ചവർണ്ണ കിളിച്ചേലുള്ള പുന്നാര ചെമ്പകപ്പൂമലരേ, പഞ്ചവർണ്ണ കിളിച്ചേലുള്ള പുന്നാര ചെമ്പകപ്പൂമലരേ, തക്കാളി ചോപ്പുള്ള പൂങ്കാവിളിലെന്റെ നാണത്തിൻ നുണക്കുഴിയോ, തക്കാളി ചോപ്പുള്ള പൂങ്കാവിളിലെന്റെ നാണത്തിൻ നുണക്കുഴിയോ, നിന്നെ കുറിച്ചു ഞാൻ പാടിയാലേ പുഞ്ചിരി തൂകുന്നോളേ, പൊന്നും പൂവേ നിന്നെ കാണാ എന്തോരഴകാണെന്നേ, ചെമ്പകപ്പൂമലരേ, പഞ്ചവർണ്ണ കിളിച്ചേലുള്ള പുന്നാര ചെമ്പകപ്പൂമലരേ, പഞ്ചവർണ്ണ കിളിച്ചേലുള്ള പുന്നാര ചെമ്പകപ്പൂമലരേ. എടാ മക്കളെ, സൂപ്പറായിരുന്നു. നല്ല എനർജി ഉണ്ടായിരുന്നു. മനോഹരമായ ഒരു പാട്ടായിരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ് കേട്ടോ. യെസ്. അപ്പോൾ എല്ലാവരും മനോഹരമായി തന്നെ പെർഫോം ചെയ്തു. പക്ഷേ നമുക്കതിൽ എന്തായാലും ഒരാൾക്ക് പ്രൈസ്, ഒന്നല്ല 2-3 പേർക്ക് പ്രൈസ് ഉണ്ട്. അപ്പം ആദ്യം തന്നെ ഒരു പോയിന്റിന് മേളിൽ നിൽക്കുന്ന ഒരാളെ ഞാൻ വിളിക്കുകയാണ്. നിങ്ങൾക്കറിയാം ആർക്കാ ഫസ്റ്റ് എന്ന് പറയൂ. യെസ്, അവരെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞ അദ്ദേഹത്തെ തന്നെ ഞാൻ വിളിക്കുകയാണ്. മിസ്റ്റർ ഗോവർദ്ധനൻ. കൺഗ്രാറ്റ്സ്. ഗോവർദ്ധനൻ വളരെ എനർജറ്റിക്കായിട്ട് തന്നെ വളരെ മനോഹരമായി പ്രസൻറ്റ് ചെയ്തു. അത് കൂടാതെ തന്നെ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ഉണ്ടായിരുന്നു, ഒരു പാട്ട്. അത് കൂടെ ഉള്ളവരും നല്ല രീതിയിൽ തന്നെ പാടി. അപ്പം ഒരു കൺഗ്രാറ്റ്സ്. ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ ഒരു ഉപഹാരം. ഗ്ലോബലിൻ്റെ തന്നെ മറ്റൊരു ഉപഹാരം കൂടിയാണ്, ബി എ ഗ്ലോബൽ സിറ്റിസൺ. പിന്നെ ഡീപൂൾ നൽകുന്ന മറ്റൊരു സമ്മാനം, ഇന്ത്യാസ് നമ്പർ 1 കാർ കെയർ പ്രൊഡക്റ്റാണ് കേട്ടോ. ഓക്കെ ഡിയർ. യെസ്. അടുത്തതായിട്ട് ഞാൻ പ്രൈസ് കൊടുക്കാൻ പോകുന്നത് ഇരിങ്ങാലക്കുടയുടെ സ്ലാങ്ങുമായി വന്നിട്ട് ട്രിവാൻഡ്രം സ്ലാങ് പറഞ്ഞ് നമ്മളെ ചിരിപ്പിച്ച റിൻസ. കൺഗ്രാറ്റ്സ്. അപ്പോൾ PRS കേക്ക് നൽകുന്ന ഒരു സമ്മാനം. ഓരോ ബൈറ്റ്സിലും മനം നുകരുന്നതാണ്. അതുകൊണ്ട് എല്ലാവർക്കും കൊടുത്തിട്ടേ കഴിക്കാവൂ കേട്ടോ. പിന്നെ നമ്മുടെ അതാണ്ട് RMS
RMSൻ്റെ ഒരു ടീയാണ് ചായയോടൊപ്പം ഇതിൻ്റെ കേക്ക് കയ്യരാനല്ല കേക്കിനൊപ്പം നമുക്ക് ഈ ചായ കൂടെ അതായത് പിന്നെ ഹൈ റേഞ്ചിൻ്റെ മലനിരകളിൽ നിന്നും തരുന്ന വരുന്ന RMS പ്രൊഡക്റ്റ് നൽകുന്ന ഒരു ടീയാണ്. ഓക്കെ അല്ലേ? അടുത്തതായിട്ട് ഞാൻ വിളിക്കുന്നു മലപ്പുറത്തിൻ്റെ സ്വന്തം മഞ്ചത്തി. മലപ്പുറത്ത് നിന്നുള്ള സ്ലാങ് ഒക്കെ വിട്ട് ട്രിവാൻഡ്രം സ്ലാങ്ങിൽ ഗംഭീരമായി പെർഫോം ചെയ്യുകയും നമ്മുടെ മറ്റൊരു എപ്പിസോഡിൽ ഞാൻ പെട്ടെന്ന് വന്ന് വിളിച്ചപ്പോൾ ഓടി വന്ന് വാക്കുകളൊക്കെ പറഞ്ഞ് ഡയലോഗൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഞെട്ടിച്ച അൽഫാം അൽഫ എന്ന സുന്ദരി. ഞാൻ അൽഫാം എന്ന് വിളിച്ചിട്ട് ആ പേരാക്കണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താ മാമിയ വെൽനസ് ഡയമണ്ട് ഫേഷ്യൽ കിറ്റാണിത്. ഒരു സമ്മാനം. ദ ആക്യുറേറ്റ് കോമ്പോസിഷൻ ഓഫ് ഹാപ്പിനെസ്. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? ഇനി അടുത്തത് തീർന്നില്ല, ഇനിയുണ്ട്. TQ ഫുഡ്സ് നൽകുന്ന മറ്റൊരു മനോഹര സമ്മാനം. അതായത് പൈതൃകത്തിൻ്റെ പഴയ കാലത്തെ രുചികൾ വീണ്ടും നിങ്ങൾക്ക് ന്യൂ ജനറേഷൻ അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫുഡ് പ്രൊഡക്റ്റാണിത്. കൺഗ്രാറ്റ്സ്. യെസ്, അപ്പം നമ്മുടെ കേരളവർമ്മ കോളേജിലെ 2 എപ്പിസോഡുകളും അതിമനോഹരമായിരുന്നു. നമ്മുടെ കുട്ടികളൊക്കെ മനോഹരമായി തന്നെ പെർഫോം ചെയ്തു. അപ്പോൾ താൽക്കാലികമായിട്ട് ഞങ്ങൾ വിട പറയുകയാണ്. മറ്റൊരു കോളേജിൽ അടുത്ത വീക്ക് വീണ്ടും കാണുന്നതുവരെയും ഗുഡ് ബൈ.